ഗാസയെ വെട്ടിനുറുക്കി ഒരു ഭാഗം കൈവശപ്പെടുത്തുന്ന ഇസ്രയേൽ ഇപ്പോൾ ഗൊലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുകയാണ്. അധികം താമസിയാതെ കൂടുതലിടങ്ങളിലേക്ക് ഈ അധിനിവേശം വ്യാപിപ്പിക്കും. ഇസ്രയേലിന്റെ സമീപത്തെ 5 പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക്, അതായത് ഒഫാനിയ, കൊനീത്ര, അൽ ഹമീദിയ, അൽ സംദീനിയ, അൽ ഗർബിയ, ഖഹ്താനിയ എന്നീ പ്രദേശങ്ങളിലുള്ള സിറിയക്കാർ വീടിനുള്ളിൽ തന്നെ തുടരാനാണ് ഇസ്രയേൽ സൈന്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും തുർക്കിക്കും നൽകിയ പിന്തുണയിലാണ് സിറിയൻ പ്രതിപക്ഷ സേന മിന്നൽ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഭരണം പിടിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പിന്തുണച്ചിരുന്ന റഷ്യയും ഇറാനും അമേരിക്കൻ ചേരി ഒരുക്കിയ കെണിയിൽ വീഴാതെ സംയമനം പാലിച്ചതോടെ വലിയ രക്തച്ചൊരിച്ചിലാണ് ഒഴിവായത്. യുക്രൈന് പുറമെ സിറിയയിലും റഷ്യൻ യുദ്ധത്തിൽ തളച്ചിടാമെന്ന പാശ്ചാത്യ ബുദ്ധിയാണ് ഇവിടെ പാളിപ്പോയിരിക്കുന്നത്. ആസദിന് അഭയം നൽകിയ റഷ്യ യുക്രൈനിലെ കടക്ക് തീർത്തിട്ട് സിറിയയിൽ ഇടപെടാം എന്ന നിലപാടിലാണ് ഉള്ളത്. റഷ്യയ്ക്ക് നിരവധി സൈനിക താവളങ്ങളുള്ള സിറിയയിൽ അത് തുടരുമെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ ഇടപെടാതിരുന്നതാണ് ഇസ്രയേലിന് സിറിയയിലെ ഭൂമി പിടിച്ചെടുക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. ഇത് ആസദ് ഭരണം അട്ടിമറിച്ചവരെ പിന്തുണച്ച തുർക്കിക്കും അപ്രതീക്ഷിത പ്രഹരമാണ്. ആസദിന്റെ ഭരണം അവസാനിച്ചതോടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കരാർ ഇതോടെ അവസാനിച്ചുവെന്നും സിറിയൻ സൈനികർ തങ്ങളുടെ പ്രദേശങ്ങൾ ഉപേക്ഷിച്ചതായിട്ടും അതിനാൽ ഇസ്രയേൽ ഏറ്റെടുക്കുകയാണെന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇസ്രയേൽ സൈന്യം ഗോലാൻ കുന്നുകളെ പിടിച്ചെടുത്തത്. ഈ മേഖലകളെ സൈനിക മേഖലകളായി പ്രഖ്യാപിച്ച ഇസ്രയേൽ സ്കൂളുകൾക്ക് ക്ലാസുകൾ ഓൺലൈനായി നടത്താൻ നിർദ്ദേശം നൽകുക കൂടി ചെയ്തിട്ടുണ്ട്. അൽ അസദ് കുടുംബത്തിന്റെ 50 വർഷത്തെ അധികാരത്തിന്റെ അന്ത്യം കുറിക്കുന്ന പ്രതിപക്ഷത്തിന്റെ അപ്രതീക്ഷിത മുന്നേറ്റത്തിൽ ഡമാസ്കസിലെ തെരുവ് വീഥികളിൽ വെടിവെപ്പും ആർപ്പുവിളികളുമായി രംഗത്തിറങ്ങിയ സിറിയക്കാർ ഇസ്രയേലിന്റെ നീക്കം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. ആ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് ഉയർന്നു വരുന്നത്. ഏത് ഭീഷണികളെയും പരാജയപ്പെടുത്തുവാനും സിറിയയിലെ തങ്ങളുടെ വ്യോമ മേധാവിത്വത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനുമാണ് ഇസ്രയേൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നത്. സിറിയയിലെ ആയുധ ശേഖരങ്ങളും മിസൈൽ ശേഖരങ്ങളുമാണ് ഇസ്രയേൽ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഡമാസ്കസിലെ കഫർ സൗസെ ജില്ലയിലെ സുരക്ഷാ സമുച്ചയവും ഇസ്രയേൽ ആക്രമിച്ചു കഴിഞ്ഞു. ഇസ്രയേലിന്റെ ഈ ആക്രമണം ഭീകരരെ അധികാരം പിടിച്ചെടുക്കാൻ സഹായിച്ചതിന് സ്വന്തം രാജ്യത്ത് ഉയരുന്ന പ്രതിഷേധം തടയാനുള്ള തന്ത്രമായും വിലയിരുത്തുന്നവരുണ്ട്. അമേരിക്കയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ജോ ബൈഡൻ പ്രസിഡന്റ് പദവി ഒഴിയും മുൻപ് അമേരിക്കയെ വലിയ അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്ന അഭിപ്രായമാണ് അമേരിക്കൻ ജനതയ്ക്കുള്ളത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തെ തുടർന്ന് ആഗോള ഭീകരതയ്ക്ക് എതിരെ അമേരിക്ക നടത്തിയ പോരാട്ടം ഒടുവിൽ സിറിയയിൽ ഭീകര ഭരണകൂടത്തെ സ്ഥാപിക്കുന്നതിൽ എത്തിച്ചേർന്നതായിട്ടാണ് ജനങ്ങളിൽ ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നത്. യുക്രൈനിലെ അമേരിക്കൻ ഇടപെടൽ പോലെ തന്നെ സിറിയയിലെ ഇടപെടലും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഈ 2 സംഭവങ്ങളും ജോ ബൈഡൻ ഭരണകാലത്ത് നടന്നതിനാൽ ഡെമോക്രാറ്റിക് പാർട്ടിയും വലിയ പ്രതിരോധത്തിലാണുള്ളത്. റഷ്യ ഒതുക്കാൻ ബൈഡൻ കാട്ടിക്കൂട്ടിയ എല്ലാ നടപടികൾക്കും അമേരിക്ക അനുഭവിക്കേണ്ടി വരുമെന്നതിനാൽ ബൈഡനെതിരെ ട്രംപ് അധികാരത്തിൽ വന്നാൽ നടപടി സ്വീകരിക്കും എന്നതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഗൗരവമായ നയപരമായ കാര്യങ്ങളിൽ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റാണ് തീരുമാനമെടുക്കാറുള്ളത്. അതാണ് അമേരിക്കയിലെ രീതി. എന്നാൽ കാവൽ പ്രസിഡന്റായ ബൈഡൻ സകല കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടാണ് യുക്രൈനിലും സിറിയയിലും ഇടപെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ദീർഘദൂര മിസൈൽ റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ അനുമതി നൽകിയിരുന്നത് റഷ്യ ആണവായുധം പ്രയോഗിക്കുന്നതിന് വക്കിലാണ് എത്തിച്ചിരിക്കുന്നത്. പരീക്ഷണാർത്ഥം യുക്രൈന് നേരെ ഭൂഖണ്ഡതര മിസൈൽ റഷ്യ പ്രയോഗിച്ചപ്പോൾ തന്നെ അമേരിക്കയും സഖ്യകക്ഷികളും കിടുങ്ങിപ്പോയിരുന്നു. യുക്രൈനിലെ റഷ്യൻ സൈനിക നടപടി മന്ദഗതിയിലേക്കാണെന്നാണ് പിന്നീട് ബൈഡൻ ഭരണകൂടം ശ്രമിച്ചത്. അതിന് നാറ്റോ രാജ്യമായ തുർക്കിയുമായും ഇസ്രയേലുമായും രഹസ്യ ധാരണ ഉണ്ടാക്കിയാണ് സിറിയയിലെ വിമത സേനയ്ക്ക് പിന്തുണ നൽകിയത്.
റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെ ഭരിക്കുന്ന ആസദ് ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ശക്തമായ സൈനിക നടപടിക്ക് റഷ്യയും ഇറാനും മുതിരുമെന്നതായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഈ അജണ്ട മനസ്സിലാക്കിയ റഷ്യ നാറ്റോ രാജ്യമായ തുർക്കിയെ ഒപ്പം നിർത്തി തന്ത്രപരമായ സമവായമാണ് ഉണ്ടാക്കിയെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ആസദിന് റഷ്യ അഭയം നൽകിയിരുന്നത്. സിറിയയിൽ വിമത ഭരണകൂടത്തിന് വഴിമരുന്നിട്ട അമേരിക്കയും ഇസ്രയേലിനെയും സ്വയം അനുഭവിച്ചുകൊള്ളും എന്നതാണ് റഷ്യയുടെ നിലപാട്.